എന്തൊക്കെയായിരുന്നു അല്ലേ? ഫ്ലക്സ് ബോർഡുകൾ, ജാഥ, പ്രതിഷേധം. ഇതാ നമുക്ക് മുന്നിൽ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ എത്തിയിരിക്കുന്നു. 25 വർഷമായി സാറേ ഞാൻ പറവൂർ MLA ആയിട്ട് തുടരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ടാണ് ഇനി ചെല്ലുന്നത്. ഗ്രൂപ്പ് ഇല്ലാത്ത, ഇതുവരെ മന്ത്രിയായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത വി.ഡി. സതീശൻ ഇനി കേരളം നയിക്കും. 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരശീല ഇട്ടുകൊണ്ട് UDF ഭരണം മുന്നോട്ട് കൊണ്ടുവന്ന നേതാവാണ് വി.ഡി. സതീശൻ. ഭരണം പിടിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള ധൈര്യം കാണിച്ച വ്യക്തി. കേരളം മുഴുവൻ ജനമുന്നേറ്റ യാത്ര നയിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയ വി.ഡി. സതീശൻ ഇനി നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളികളാണ്. പൂച്ച പെറ്റി കിടക്കുന്നു ഖജനാവ് എന്ന് വി.ഡി. സതീശൻ തന്നെയാണ് കേരളത്തിന്റെ ഖജനാവിനെ വിശേഷിപ്പിച്ചത്. അതേ ഖജനാവുള്ള കേരളം അങ്ങ് കയ്യിലേക്ക് വാങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എത്രത്തോളം ശക്തമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് കേരളം അദ്ദേഹം കയ്യിലെടുത്തത്. 100 മേനി കൊയ്ത്തു നേടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ നടന്നു കയറിയത്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. മിന്നും വിജയം നേടിയതിന്റെ പിന്നിൽ ചില വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. സാമൂഹ്യ പെൻഷൻ 3000 ഉയർത്തും, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യമായ യാത്ര, വണ്ടി മോഡിഫിക്കേഷൻ അനുവദിക്കും, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം, അപകട ഇൻഷുറൻസ് നൽകും. ഇതെല്ലാം ലഭിച്ചില്ലെങ്കിൽ പട നയിച്ചവൻ നാട് നയിക്കാൻ കുറച്ച് പ്രയാസപ്പെടുമെന്ന് കൂടെ മനസ്സിലാക്കണം. കാത്തിരുന്ന് കാണാം കാമുകൻ സ്വന്തമാക്കിയ കേരളത്തിന്റെ ഭാവി.